അപ്പാ എന്താടാ? അല്ല, ഇവക്കേ ഒരു ജോലി ശരിയായിട്ടുണ്ട്. അപ്പൊ അതിന് പോണമെന്നാണ് പറയണ അവള്. പോവണ്ട. അല്ല, അപ്പൊ അത് അവള് പഠിച്ചതിന് തന്നെ ജോലിയാണ് കിട്ടിയേക്കണത്. അപ്പൊ അത് അവൾക്ക് വലിയ ആഗ്രഹമാണ് അതിന് പോകാനായിട്ട്. അപ്പൊ നീ സമ്മതിച്ചെങ്കിൽ അവള്. അപ്പാ എനിക്ക് ഈ ജോലിക്ക് എന്തായാലും പോണം. അപ്പൊ ഇനി എനിക്കൊരു ചാൻസ് കിട്ടൂലേ? ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. നീ ജോറായി പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടൂല. എടി പെങ്കൊച്ചേ, ഈ കുടുംബത്തിൽ നിന്നേ പാരമ്പര്യമായിട്ട് സ്ത്രീകൾ പണിക്ക് പോകേണ്ട ഇടപാടൊന്നുമില്ല. മനസ്സിലായോ മോക്ക്? ഇനി മോളായിട്ട് അവൻ തിരുത്താൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ എനിക്ക് പറഞ്ഞത്? നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയേ ഇവന്റെ പിള്ളേരെയും പ്രസവിച്ച് ഈ അടുക്കളയിൽ വല്ല കഞ്ഞികരം ഉണ്ടാക്കി ജീവിച്ചാൽ മതി. അങ്ങനെ മതി. അപ്പൊ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് കിട്ടിയ ജോലിയല്ലേ അപ്പാ. ഇത്രയും നാളെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചൂല, പറഞ്ഞൂല. പക്ഷെ ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിനോട് പോകാൻ പറ്റിയില്ല, എനിക്ക് പോകാൻ പറ്റൂല. ഞാനിവിടെ ഒരു കുറവും നിങ്ങൾക്ക് വരുത്തൂല, ആർക്കും വരുത്തൂല. ഞാൻ പൊക്കോട്ടെ അപ്പാ. വിളിച്ചാണ്ട് പോടാ ഈ സാധനത്തിനെ. അപ്പാ, അപ്പനെല്ലാരും തല്ലി, എന്നെയും തല്ലി. അപ്പന്റെ ദേഷ്യം തരട്ടെ. എടി വെറുതെ അപ്പനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പനോട് അങ്ങനെയൊന്നും പറയല്ലേ. ശരിയാണ്, അപ്പനോട് ആരും ഒന്നും തിരിച്ചു പറയൂല. പക്ഷെ എനിക്ക് എന്തായാലും ഈ ജോലിക്ക് പോയേ പറ്റൂ. അപ്പനെല്ലാവരും വരും ഉപകരണം മാത്രമാണ്. മകനായാലും ഭാര്യയായാലും മരുമക്കളായാലും പേരക്കിടാങ്ങളായാലും ഞങ്ങളും മനുഷ്യജീവികളാണപ്പ. അതപ്പൻ ആലോചിക്കണം, അപ്പന്റെ പോലെ തന്നെ. അപ്പ സ്ത്രീകളൊക്കെ വീട്ടിലെ പൂട്ടിയിട്ട് വളർത്തിയ കാലമൊക്കെ കഴിഞ്ഞ് അപ്പനിതൊന്നും അറിയണില്ലേ? അപ്പനൊരു മോളുണ്ടായിരുന്നില്ലേ? അതിന് ഇടവും വലവും തിരിയാൻ സമ്മതിക്കാതിരുന്ന് വളർത്തിയതുകൊണ്ടല്ലേ അത് ഈ ഉത്തരത്തിന്റെ മുകളിൽ അതിന്റെ ജീവിതം അവസാനിപ്പിച്ചത്. അന്ന് തളർന്നു വീണതല്ലേ അമ്മ. ഇനിയെങ്കിലും മാറി ചിന്തിക്കണോപ്പാ. എനിക്കൊരു ജോലി കിട്ടിയെന്ന് വിചാരിച്ചേ ഞാൻ എന്റെ കെട്ടിയോനെ കുടുംബത്തെ നോക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെയൊക്കെ പൂർണ്ണ സമ്മതത്തോടുകൂടി പോകണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് അപ്പൻ ഇതിന് സമ്മതിക്കണം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിങ്ങളുടെ വാശി കാരണം നമ്മുടെ മോള് പോയില്ലേ? ഇനി മതിയാക്കാറായില്ലേ? നിങ്ങൾ തോറ്റുപോകും. അപ്പാ, എന്താ അവളെ? എന്റെ ആദ്യത്തെ സാലറി ആണപ്പാ. ഇതെന്റെ കയ്യിലല്ലേ മോളെ തരേണ്ടത്, മോളുടെ ഭർത്താവിന്റെ കയ്യിലല്ലേ കൊടുക്കണ്ടേ? ഞാൻ ചേട്ടന്റെ അടുത്ത് കൊടുത്ത്. അപ്പൊ ചേട്ടനാണ് പറഞ്ഞത് അപ്പന്റെ അടുത്ത് തരാൻ. എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ പ്രായ എല്ലാം എൻ്റെ തെറ്റ. ഇത് മോളുടെ തന്നെ വെച്ചാൽ മതി. നിനക്കാണ് അതിന് യോഗ്യത. നീയാണ് ശരി.